ഫോർച്യൂണർ ഒരു അലങ്കാരമായിരുന്നു. ഫോർച്യൂണർ മാത്രമായിരുന്നു ഈ വാഹനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച വണ്ടി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3000 രൂപ ചെലവ് ഉറപ്പായിട്ടും ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് യാതൊരു ഒരു പ്രശ്നവുമില്ല. ക്ലച്ചിന്റെ പണി മാത്രമേ അത് എടുത്തില്ലെങ്കിൽ മാത്രം ക്ലച്ചിന്റെ പണി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരെടുത്ത വാഹനമാണ്. അപ്പൊ ആ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. പ്രായക്കുറവാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാര് 2008 എടുത്തു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രായം ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ ഗാഡി ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ള വാഹനം ഇന്ത്യയിൽ 2008 മുതൽ ഏകദേശം 1.5 മില്യൺ യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഒരു വാഹനമാണ്. ഇപ്പോഴും ഈ വാഹനത്തിന് നിരവധി ആരാധകരാണുള്ളത്. വോക്സ് വാഗൻ പോളോയെ പോലെ നിരവധി ആരാധകരെ സമ്പാദിച്ച ഒരു വാഹനം. പക്ഷേ ഈ കാലം അത്രയും കൊണ്ട് സമ്പാദിച്ച ആരാധകർ ഇപ്പോൾ ഈ വാഹനത്തിനൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഡിസൈനിലുണ്ടായ പരാജയം മൂലം ഇപ്പോൾ അത്രയും ആരാധകരില്ല. എന്നിരുന്നാലും 2019 മോഡൽ ഒരു വാഹനമാണ് നമുക്കൊപ്പം ഉള്ളത്. ആ വാഹനം മറ്റൊന്നുമല്ല, ദ ലെജൻഡറി ഹ്യുണ്ടായുടെ i20 എന്നറിയപ്പെടുന്ന വാഹനമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. ഈ വാഹനത്തിന്റെ ഏകദേശം 5 വർഷത്തെ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വാഹനമാണ്. അജിത്ത് ഫസ്റ്റ് ഓണറാണ്. 2019 വാങ്ങിയ ഒരു പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വാഹനമാണ് ഈ കാണുന്ന i20 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വാക്ക് അറൗണ്ട് വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും അറിയാവുന്ന വാഹനം തന്നെയാണ് i20 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ വാഹനം ഒന്ന് കറങ്ങി നോക്കിയിട്ട് ഇതിന്റെ ഓണർഷിപ്പ് നമുക്ക് അജിത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം. അജിത്തിന് കുറെ കഥകളുണ്ട്. അജിത്ത് ഈ ഒരു വാഹനം വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 5 വർഷത്തോളമായി. അപ്പോൾ 5 വർഷം കൊണ്ടുള്ള കുറെ കഥകൾ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ വന്ന സമയത്തൊക്കെ കുറെ കഥകൾ പറയുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഫാമിലി അല്ലെങ്കിൽ ഒരു 5 പേര് വരുന്ന ഫാമിലിക്ക് അതിവിശാലമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് i20 എന്ന് പറയുന്നത്. ഇതിന്റെ മുൻപിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനാകുന്നത് മനോഹരമായിട്ടുള്ള വലിപ്പമേറിയ 2 ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ കാണാനാകും. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മുൻപിലായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ക്രോം കുത്തിക്കയറ്റിയ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ വാഹന നിർമ്മാതാക്കളെല്ലാം ഈ ലോഗോ എന്തിനാണ് ഈ ക്രോമിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ടാറ്റ പോലുള്ള വാഹന നിർമ്മാതാക്കൾ ക്രോമിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൊതുവെ വലിയ ലോഗോയിൽ നിന്ന് ചെറിയ ലോഗോയിലേക്ക് ടാറ്റ പോലുള്ള ബ്രാൻഡുകൾ മാറിയിട്ടുണ്ട്. അതെന്തായാലും മനോഹരമായിട്ടുള്ള കാര്യമാണ്. ക്രോമിനെ പ്രണയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ക്രോമിനെ കമ്പനികളെല്ലാം ഒഴിവാക്കി തുടങ്ങുന്നു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോം എന്തിനാണ് ഞാൻ ഇത്രയും വെറുക്കുന്നതെന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴുകുന്ന സമയത്ത് വെള്ളമൊക്കെ കറക്റ്റ് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രോമിന്റെ തിളക്കമൊക്കെ മങ്ങിയിട്ട് അവിടെ വാട്ടർ മാർക്കുകൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഹനം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തിന് ആ വാഹനത്തെക്കാൾ കൂടുതൽ തിളക്കമോ കാര്യങ്ങളോ മറ്റൊരു പാർട്സിന് അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെയുള്ള മറ്റൊരു പാർട്സിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. അതിവിശാലമായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മുടെ DRLനോട് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് DRL അല്ല, പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സ് അല്ല ഈ വാഹനത്തിന് വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഹെഡ്ലാമ്പ് യൂണിറ്റിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. അതെല്ലാം മനോഹരമായിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഈ വാഹനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ നിറം തന്നെയാണ്. ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാവുമെന്ന് അറിയില്ല, പക്ഷേ പകൽ വെട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചുവപ്പ് നിറമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ വേരിയന്റ് ആണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ള വാഹനം എന്ന് പറയുന്നത്. അതായത് മുകൾ ഭാഗം പൂർണ്ണമായിട്ടും ബ്ലാക്ക്, അത് ആ ഒരു പില്ലറിൽ നിന്ന് തുടങ്ങി പുറകുവശത്തെ പില്ലർ വഴി ഡോറിന്റെ ഹാഫ് വരെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറകിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡ്യുവൽ ടോൺ വേരിയന്റ് ഡോറിന്റെ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ആ ഒരു ഏരിയ വരെ സ്പ്രെഡായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് എന്ന് തോന്നുമെങ്കിലും അതിമനോഹരമായിട്ടുള്ള 295 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊങ്ങി നിൽക്കുന്ന സാധനം കണ്ടോ. പൂച്ച വഴക്ക് ഉണ്ടാകുന്ന സമയത്ത് പൂച്ചയുടെ വാല് പോലെയാണ് ഈ ഒരു ആന്റിന പൊങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും അന്നത്തെ കാലത്ത് ഷാർക്ക് ഫിൻ പോലുള്ള ആന്റിനകൾ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ആന്റിന കമ്പനി കൊടുത്തത്. ഇപ്പോൾ ഇറങ്ങുന്ന വേരിയന്റിനെല്ലാം ഷാർക്ക് ഫിൻ ആന്റിനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പുറകുവശത്തേക്ക് വരുമ്പോൾ സൈഡിൽ നിന്ന് കവർ ചെയ്ത് ഏകദേശം മധ്യഭാഗം വരെ നിൽക്കുന്ന, ഏകദേശം മധ്യഭാഗം എന്നേ പറയുന്നുള്ളൂ, പൂർണ്ണമായിട്ട് മധ്യഭാഗമല്ല, ഏകദേശം മധ്യഭാഗം വരെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്. ഇവിടെ മുൻഭാഗത്തെ അപേക്ഷിച്ച് ചെറിയ ഒരു ഹ്യുണ്ടായുടെ ലോഗോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് i20യുടെ ബാഡ്ജിങ്ങും, ഇത് നമ്മുടെ സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട് സ്പോർട്സ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ബ്രേക്ക് ലാമ്പ് യൂണിറ്റിൽ നിന്ന് മാറ്റിയാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൊള്ളാം. അപ്പോൾ അതിന് വശങ്ങളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇപ്പുറത്തെ എൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാക്ക് ബമ്പർ, അതിനകത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. അപ്പോൾ പുറകുവശത്ത് ഒരു ചെറിയ റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെക്കുന്ന ക്യാമറയെക്കാളും എന്തായാലും ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ഒരു കമ്പനി പുറത്തിറക്കുന്നത്. വശങ്ങളിലായിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. ഇനി നമ്മുടെ കഥാകാരൻ അജിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനുണ്ട് ഈ വാഹനത്തിനെ പറ്റിയുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ ഒരു വാഹനത്തിനെ പറ്റിയുള്ള കഥകൾ എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞ വാഹനത്തിന്റെ ഉടമസ്ഥൻ. ഏകദേശം 2019 മുതൽ ഇപ്പോൾ 2024 വരെയായി. ഇത്രയും നാളുകൊണ്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. അജിത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ബജാജ് അലയൻസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടോ? വർക്ക് പ്രഷർ വലുതായിട്ടില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷമായി. 5 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്? മീൻസ് ഏകദേശം 40 സംതിങ് കിലോമീറ്റർ, ഒരു 40,000 കിലോമീറ്ററോളം പോയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം പോയത് എവിടെയാണ് ഈ ഒരു? ഇത് കേരളത്തിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ പോയിട്ടുള്ളൂ, വേറെ പുറത്തോട്ടൊന്നും അന്നില്ല. കോവിഡ് ടൈം ആയിരുന്നല്ലോ, 2019 കോവിഡ് ടൈം ആയിരുന്നുകൊണ്ട് കുറെ നാൾ വീട്ടിലൊക്കെ തന്നെ ആയിരുന്നു. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ വാങ്ങിയതിനു ശേഷം കോവിഡ് വന്നു, ലോക്ക്ഡൌൺ ആയി. പിന്നെ ഇതിനകത്ത് വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള യോഗം ഒരുപാട് ഉണ്ടായേക്കാം. വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ആഗ്രഹിച്ച് മോഹിച്ചൊരു വണ്ടി എടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. പോർച്ചിനൊരു അലങ്കാരം, വീട്ടിലെ പോർച്ചിനൊരു അലങ്കാരം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ വണ്ടി വാങ്ങിയ സമയത്ത് നമ്മളിപ്പോ, എന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറെ ആൾക്കാരോട് ചോദിക്കും. എനിക്ക് മാക്സിമം എത്രത്തോളം റെഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ അത്രയും റെഫറൻസ് എടുത്തിട്ടായിരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് ആൾക്കാരോട് തിരക്കിയിരുന്നോ ഈ വണ്ടി വാങ്ങി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? പ്രാക്ടിക്കലി i20 നല്ല വണ്ടിയായിരുന്നു എന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ വണ്ടി ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഡീസൽ വണ്ടിയായിരുന്നു. ഡീസൽ വണ്ടിക്ക് വളരെ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ പെട്രോൾ വേരിയന്റിന് ഒരു പ്രശ്നമുണ്ട്. അതായത് ക്ലച്ചിന് കുറച്ച് കംപ്ലൈന്റും കാര്യങ്ങളും വരുന്നതായിട്ട് പറഞ്ഞതായിട്ട്. അപ്പം വണ്ടി ഓടിയില്ലെങ്കിലാണ് ഈ കംപ്ലൈന്റ് വരുന്നത് എന്ന് കേട്ടതുകൊണ്ട് നമ്മൾ ചാടി കയറി ഓൾറെഡി എടുത്തു. വണ്ടി i20 മതി എന്നുള്ള രീതിയിലായി. ഇത് ഞാനല്ല, ഫാമിലി ആയിട്ട് എടുത്തതാണ്. അപ്പം അവരാണ് അതിന്റെ കൂടുതൽ ഡിസിഷൻ എടുത്തത്.
അപ്പം അത് ഞാൻ ഓക്കെ പറഞ്ഞു. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കൊള്ളാം, വണ്ടി ലുക്കുണ്ട്, ഫോൾഡബിൾ മിറേഴ്സ് കാര്യങ്ങൾ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിച്ചു നോക്കി, നല്ല. ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാഹനം ഏതായിരുന്നു? അതിന്റെ വാഗണർ ആയിരുന്നു. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഗണറിൽ നിന്ന് ഒരു i20ലേക്ക് ചേഞ്ച് ചെയ്യാന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓക്കെയാണ്. അതെ അതെ അതെ. വണ്ടി ഏത് കണ്ടീഷൻ ആയാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് അതിൽ നിന്നൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. കാര്യം വാഗണറിന് നമ്മൾ കുറച്ച് പറയല്ല, നല്ല മൈലേജും റൈഡിങ് കംഫോർട്ട് ആയാലും എല്ലാം നൽകുന്ന ഒരു മാരുതിയുടെ ഹൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാനും ഒരു ലെജൻഡറി വാഹനം എന്ന് തന്നെ പറയാൻ പറ്റും. മറ്റേ ഏത് വാഹനത്തെക്കാൾ കൂടുതൽ ലെജൻഡറി വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് വാഗണർ എന്ന് പറയുന്നത്. അപ്പൊ ആ വണ്ടിയിൽ നിന്ന് നമ്മൾ മാറുന്ന സമയത്ത് കുറെ ആൾക്കാർ, ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ നെഗറ്റീവ് പറയും. നമ്മളപ്പോ എന്ത് ചെയ്യും? പിന്നെ എങ്ങനെങ്കിലും ഇതൊന്ന് മാറ്റിയെടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഈ ചെവി കൂടെ കെട്ടി ഈ ചെവി കൂടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2019-20 കാലഘട്ടത്തില് വീട്ടിലെ പോർച്ചിനൊരു അലങ്കാരമായിരുന്നു. പോർച്ചിനൊരു മാത്രമായിരുന്നു ഈ വാഹനം. എല്ലാ ലോക്ക്ഡൌൺ, ക്ലോസ്ഡ് റോഡ്സ്, അതിനകത്ത് നിന്ന് പോർച്ചിന്ന് ജസ്റ്റ് റോഡിലോട്ട് ഇറങ്ങാൻ, റോഡിൽ നിന്ന് ജസ്റ്റ് പോർച്ചിലോട്ട് വരാം. അത് മാത്രമേ ഉള്ളായിരുന്നു ഇതിന്റെ. ഫസ്റ്റ് ഗിയർ ഇട്ട് റോഡിലേക്ക് റിവേഴ്സ് ഇട്ട് തിരിച്ചു കയറ്റി. ഇതായിരുന്നു ഇതൊന്നും വണ്ടി അനക്കുന്നത്, അല്ലാതെ ഒന്നും ഒരു മാർഗവും ഇല്ല. നല്ല ലോക്ക്ഡൌൺ ടൈം അവിടെ നല്ല ഇതായിരുന്നു, നല്ല രീതിയിൽ ആൾക്കാർക്ക് കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു. എപ്പോഴും കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു അവിടെ. കളക്ടറൊക്കെ എന്നും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു, കളക്ടറുടെ സ്ഥിര സന്ദർശകമായിരുന്നു അവിടെ. ഓക്കെ. അപ്പോ ഈ വണ്ടി നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഏകദേശം 1 വർഷത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, മീൻസ് നല്ല രീതിയിൽ വണ്ടി ഓടിയിട്ടില്ല. അപ്പോ ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂസ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നല്ലൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇതിന്റെ ക്ലച്ച് നല്ല ഇഷ്യൂ ആണ്. അതായത് ഈ ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി ലോക്കാവും. അതായത് 2 ആഴ്ചയിൽ കൂടുതൽ വണ്ടി ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ക്ലച്ച് ലോക്കാവും. ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും കാര്യമില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടതും പോരാ, നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് വണ്ടി ഒരു 2 റൗണ്ടെങ്കിലും ഓടി കടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആഴ്ചയിൽ ഓടിയാലും മതി, കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. 10 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് ഈ ക്ലച്ച് കയറി ടൈറ്റ് ആവും. ടൈറ്റ് ആവുന്ന ടൈമിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ക്ലച്ചിന് ഒരു പ്രശ്നവും കാണിക്കത്തില്ല. റണ്ണിങ് ടൈമിൽ കുറെ ഓടി കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതെന്തോ ചൂടാവുകയോ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ പ്രശ്നം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല അതിന്റെ കാര്യം. അപ്പം ഞാനത് അങ്ങനെ പ്രശ്നം വന്ന് ഒരുപാട് വട്ടം ഞാനത് ഷോറൂമിൽ നിന്ന് ടോയ് ചെയ്തെടുത്തുകൊണ്ട് പോകേണ്ടി വന്ന അവസ്ഥ വന്നു. വീട്ടിൽ വന്ന് ടോയ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ റോഡിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ആ സിഗ്നൽ ഇല്ലേ, ആ സിഗ്നലിന്റെ അടുത്ത് വെച്ച് ഒരു വട്ടം പെട്ടുപോയി. സിനിമയ്ക്കകത്ത് സിഗ്നലിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടാക്കി നല്ലൊരു ബ്ലോക്ക് കഴിഞ്ഞ ആഴ്ച കലൂര് ബ്ലോക്ക് ഉണ്ടാക്കിയത് നീയല്ലടാ, അതേപോലെ നല്ലൊരു ബ്ലോക്ക് ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ സിഗ്നലിൽ നിർത്തിയിരിക്കുവായിരുന്നു വണ്ടി. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് കയറി ജാമായി. പിന്നെ വേറെ ഒരാൾ, എല്ലാം കാറാണ് കൂടെ. അപ്പൊ കാറിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നു പ്രതീക്ഷിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തന്നെ ഇറങ്ങി. ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സിലൊക്കെ ആയിരുന്നു, ഓഫീസിലോട്ട് പോവാണ്. അപ്പൊ ആ ടൈമിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ തന്നെ തള്ളിക്കൊണ്ട് സഹായപ്പെട്ടു. അതേ കണക്ക് ഞാൻ തന്നെ തള്ളിക്കൊണ്ട് ഞാൻ തന്നെ അതിന് ഒരു സൈഡാക്കി നിർത്തി. എന്നിട്ട് ഞാൻ കമ്പനി വിളിച്ച് ടോ ചെയ്തെടുത്തോണ്ട് പോയായിരുന്നു അവിടുന്ന്. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അത് ആ ക്ലച്ചിന്റെ ഒരു കംപ്ലൈന്റ് ശരിയാക്കാൻ വേണ്ടിട്ട് എത്ര രൂപ ചെലവായിട്ടുണ്ടായിരുന്നു? അന്ന് ഒരു 3000 സംതിങ്ങോളം എനിക്കതിന് ചെലവായി വന്നു. അതായത് 2 ആഴ്ച നമ്മൾ വണ്ടി യൂസ് ആദ്യത്തെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനി ഫുള്ള് അത് ഒരു 3 കൊല്ലം വരെയും വലിയ സീനില്ല. ഇതെല്ലാം കമ്പനി തന്നെ മാറി തരുമായിരുന്നു. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഓൺ എക്സ്പെൻസിൽ വരുന്നത്. അതുവരെ വാറണ്ടി ഉണ്ട്, അല്ല വാറണ്ടിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഫുള്ള് റീപ്ലേസ്മെന്റ് ആയിരുന്നു. അതെല്ലാം അവർ തന്നെ എടുത്തോണ്ട് ടോ എക്സ്പെൻസ് പോലും നമുക്ക് വരത്തില്ലായിരുന്നു. 0 കോസ്റ്റ് ആയിരുന്നു. അല്ല, അത് നല്ലൊരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച വണ്ടി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3000 രൂപ ചെലവ് ഉറപ്പായിട്ടും 100%. പെട്രോൾ വേരിയന്റിന് മാത്രമേ ഉള്ളൂ. പെട്രോൾ വേരിയന്റിന് എല്ലാം ഈ പ്രശ്നമുണ്ട്. എന്റെ ഫ്രണ്ട്സിന് ഉപയോഗിക്കുന്ന പെട്രോൾ വേരിയന്റിന് എല്ലാം ഈ പ്രശ്നമുണ്ട്. ഡീസലിന് ഈ പ്രശ്നമില്ല. വണ്ടി ഓടുന്ന വണ്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും വണ്ടി ഓടണം. ഒരു 2-3 കിലോമീറ്റർ എങ്കിലും ഓടിയാൽ മതി. ഓടണം, അത്ര. ക്ലച്ച് നല്ല രീതിയിൽ ഒന്ന് ആക്ഷൻ വരണം അതിനകത്ത്. ഓടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഓടിക്കുമല്ലേ? ഓടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിയർക്കും. നമ്മളെ വിയർക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒതുക്കിയിട്ട് നമ്മൾ ഓണാക്കി നിർത്താൻ പറ്റത്തില്ല. നല്ല രീതിയിൽ വിയർക്കും നമ്മൾ. നല്ല രീതിയിൽ വിയർക്കും. ഓക്കെ. അപ്പോ നമ്മള് വിയർക്കുന്ന കഥകളൊക്കെ കേട്ടു. അപ്പോ ഈ ഒരു വണ്ടി ഇനിയിപ്പോ നമ്മൾ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയിലേക്കായിരിക്കും അപ്ഗ്രേഡ് ചെയ്ത് മാറുന്നത്? നോർമലി ഞാനിപ്പോ വാഗണറിൽ നിന്നാണ് ഇപ്പം i20യിലോട്ട് വന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ഇതിലും കൂടുതൽ നല്ലൊരു വണ്ടിയിലേക്കായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം എന്റെ വീട്ടിലിപ്പോ 7 പേരാണുള്ളത്.
അപ്പം എൻ്റെ കുടുംബത്തിൽ നിന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 7 പേരാണുള്ളത്. അപ്പം എനിക്ക് 5 സീറ്റർ വണ്ടിയിൽ അവരെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ വേറെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ 2 വണ്ടി ഉണ്ട് വീട്ടിൽ. വാഗണർ ഇപ്പോഴും ഉണ്ട്. ആ വാഗണറും ഇതുമായിട്ടാണ് ഞങ്ങൾ പോകാറ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വാഗണർ കൊടുക്കുക, ഈ വണ്ടി കൊടുക്കത്തില്ല, ഇത് അവിടെ കിടക്കട്ടെ. പക്ഷേ ബാക്കി ഫണ്ടും കൂടെ അറേഞ്ച് ചെയ്ത് ഒരു ഫോർച്യൂണറിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ എനിക്കുണ്ട് ഓൾറെഡി. ഇപ്പം എന്നാലും ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കാൻ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. കാര്യം പണി കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. കാര്യം നമുക്ക് അത്രയ്ക്ക് റൈഡിങ് കംഫോർട്ട് കാര്യങ്ങൾ ഓടിക്കുമ്പോ ഒരു കുഴപ്പമില്ല. അതെ ഞാനത് ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല. അപ്പൊ പെട്രോൾ ആണ്. അതെ, പെട്രോൾ ആണ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? അത് വളരെ നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മൈലേജ് എനിക്ക് നോർമലി ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മൈലേജ് ഒക്കെ കിട്ടാറുണ്ട്. 12 മൈലേജ്. പിന്നെ ലോങ് ഓടുവാണെന്നുണ്ടെങ്കിൽ ഒരു 16 വരെ മൈലേജ് എനിക്ക് കിട്ടാറുണ്ട്. 16 വരെ. എനിക്ക് തോന്നുന്നു കമ്പനി പറയുന്ന 19 ഒക്കെയാണ്. 19 ഒന്നും കിട്ടത്തില്ല. എനിക്ക് ജീവിതത്തിൽ ഇത് 19 ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് കാണിക്കുന്ന പോലും കണ്ടിട്ടില്ല. 19 ഒരു 18 കാണിച്ചിട്ടുണ്ട്. 18 കാണിച്ചിട്ടുണ്ട്. അതൊക്കെ റെയർ ആണ്. അത് നമ്മൾ കൂട്ടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കൂട്ടുമ്പം നോക്കുമ്പോൾ ലോങ് ആയിട്ട് പോകുമ്പോൾ ഒരു 16 മൈലേജ് വരെ മാക്സിമം 16. അതിൽ കൂടുതൽ കിട്ടത്തില്ല. ഹൈ റേഞ്ച് ഒക്കെ പോവാന്നുണ്ടെങ്കിൽ 9 ഒക്കെയാണ് മൈലേജ്. 9, 8 ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹൈ റേഞ്ച് പോകുന്ന സമയത്ത്. അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇത് കണക്ക് ഒരു ക്ലച്ച് ഇഷ്യൂ വന്നായിരുന്നു. അപ്പം ക്ലച്ച് റീപ്ലേസ് ചെയ്യാൻ ടൈം ആയപ്പോഴത്തേക്ക് മൈലേജ് സ്വാഭാവികമായി നല്ല രീതിയിൽ കുറഞ്ഞ് 8 മൈലേജ് വെച്ച് ഞാനൊരു 6-7 മാസം ഓടിക്കേണ്ടി വന്നു. കാര്യം അന്ന് ലോക്ക്ഡൌൺ ടൈമാണ്. ലോക്ക്ഡൌൺ ടൈം അല്ല, അത് രണ്ടാമത്തെ ലോക്ക്ഡൌൺ ടൈം ആയപ്പോഴത്തേക്ക് വീണ്ടും പെട്ടു നമ്മളെ അവസ്ഥയിലായി. അപ്പം ഞാനത് ഷോറൂമിൽ വിളിച്ചു, സാധനമില്ല. ഇവിടുന്ന് കായംകുളത്ത് വിളിച്ചു, സാധനമില്ല. പിന്നെ നമ്മള് കൊല്ലത്ത് വിളിച്ച സാധനമില്ല. അങ്ങനെ എവിടുന്നൊക്കെയോ അവർ അറേഞ്ച് ചെയ്ത അവസാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ ഇട്ടേക്കാനും പറ്റത്തില്ല, ഓടിക്കാനും പറ്റത്തില്ല. മൊത്തത്തിൽ വിഷയമായിരുന്നു. വീട്ടിലിട്ട് കഴിഞ്ഞാൽ വണ്ടി പെടും, ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ട് കാശ് പോകും. എന്തായാലും ആ ഒരു ടൈമിൽ, കോവിഡ് ടൈമില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു പറയാനുള്ളത്. പക്ഷേ ഇതിന്റെ എഞ്ചിൻ സൈഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ? എഞ്ചിൻ സൈഡ് ഒരു പ്രശ്നവുമില്ല, ക്ലീൻ ആണ്, ഒരു കുഴപ്പമില്ല. നമ്മള് പക്കായിട്ട് സർവീസ് എല്ലാം പക്കാണ്. കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു പ്രശ്നവുമില്ല. ക്ലച്ചിന്റെ പണി മാത്രമേ എടുത്തില്ലെങ്കിൽ മാത്രം ക്ലച്ചിന്റെ പണി. അത് 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലച്ചിന്റെ പ്രശ്നം വന്നിരിക്കും. അത് പിന്നെ നമുക്കിത് റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എങ്ങനെയുണ്ട്? ഹാൻഡിലിംഗ് ഒക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എല്ലാം അത്യാവശ്യം ഒരു ചെറിയ വഴി കൂടെ ആയാൽ പോലും, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതല്ല, അപ്പോൾ ഞാൻ മാനേജറാണ്, സെയിൽസ് മാനേജറാണ്. അപ്പോൾ എനിക്ക് ഹൗസ് വിസിറ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഹൗസ് വിസിറ്റ് ഒക്കെ വരുന്ന ടൈമിൽ പല ചെറിയ വഴികളിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ ആലോചിച്ചുകൂടാ, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഭ്രാന്തനെ പോലെ അലജലജ് പോയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ല കംഫർട്ടായിട്ട് പോകും. ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന മിറർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബട്ടണിൽ തന്നെ ബെൻഡ് ചെയ്യാം. അപ്പോൾ ആ ബെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഇത്ര കൺജസ്റ്റഡ് റോഡ് ആയാൽ പോലും നമുക്ക് അത്യാവശ്യം പോകാൻ പറ്റും, കുഴപ്പമൊന്നും വരത്തില്ല. അതാണ് എനിക്ക് ഈ വണ്ടി കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാരണം അതാണ്. വാഗണർ കുറെ നാളായില്ലേ, 10-15 കൊല്ലം ആവാറായി. 2008 സംതിങ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് 2011 എടുത്ത വാഹനം. അപ്പോൾ 15 കൊല്ലം ആവാറായി. 11 ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരെടുത്ത വാഹനമാണ്. അപ്പൊ ആ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. പ്രായക്കുറവാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വീട്ടുകാര് 2008 എടുത്തു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രായം ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റ് കാര്യം ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, നേരത്തെ ഒരു കോമഡി ആക്സിഡന്റിന്റെ കാര്യം എന്നോട് പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ ഒന്ന് പറഞ്ഞോളൂ. അതിന്റെ ഒരു റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. പുള്ളിയാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ. പുള്ളിക്കാരന്റെ വണ്ടിയാണ്. അപ്പൊ പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അപ്പം ലോൺ കിട്ടുന്നത് പുള്ളിക്ക് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് എടുത്തത് വണ്ടി. അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരനെ വണ്ടി പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ആ ടൈമിൽ. ഒരു 1.5 കൊല്ലമായി. അപ്പം പുള്ളിക്കാരന് ഒരു വണ്ടി, എതിർവർഷം ഒരു വണ്ടി വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് റെഡിയായ സമയത്താണ്, റോഡ് ടെസ്റ്റിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാ മാസം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പം ആ ടൈമിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൺജസ്റ്റഡ് വഴി ഇങ്ങനെ വന്നു. അപ്പം വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പോൾ പുള്ളി ഒന്ന് ചെറിയ ടെൻസായി. ഞാൻ അപ്പോഴേ ഹാൻഡ് ബ്രേക്ക് കൈവച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പുള്ളിക്കാരന് പെട്ടെന്ന് കയറി ഈ ബ്രേക്കിന് പകരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, ആക്സിലേറ്ററിൽ ചവിട്ടിയത്. അപ്പൊ ആക്സിലേറ്ററിൽ ചവിട്ടിയപ്പോഴത്തേക്ക് ലോക്കായി, കാൽ അവിടെ തന്നെ വെച്ചു. ഞാനപ്പം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടെങ്കിലും അതങ്ങ് ഞാൻ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞില്ല, വണ്ടി തട്ടാത്ത രീതിയിൽ ഒരു മതിലെ ചെന്ന് ചെറുതായിട്ടൊന്ന് തട്ടി, മതിലൊന്ന് അകത്തോട്ട് ചേർത്തൊന്ന് പാർക്ക് ചെയ്തു.
അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർച്യൂണറിലേക്ക് മാറുമെന്ന് പറഞ്ഞു. എന്റെ വേറൊരു കാര്യം, ഇപ്പൊ ഇതിന് ഇപ്പൊ ഒരു 8 അല്ലെങ്കിൽ ഒരു 9 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഫോർച്യൂണറിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറവായിരിക്കും. എന്തൊക്കെ പണികൾ കിട്ടും എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ അതെല്ലാം താങ്ങാനായിട്ടുള്ള അത് ഫോർച്യൂണർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പോറ്റാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്കല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പണ്ടൊരു ചൊല്ലുണ്ട്, ആനയെ വാങ്ങാൻ കാശുണ്ടെങ്കിൽ പിന്നെ തോട്ടിക്കാണോ പ്രശ്നം? അതെ, അല്ലെ? തോട്ടി വാങ്ങാൻ പിന്നെ കുഴപ്പമില്ലല്ലോ. തോട്ടി വാങ്ങാൻ ഇത്രയും വലിയ ആനയെ വാങ്ങാൻ പിന്നെ തോട്ടി മേടിക്കാനാണ് പാട്. ഓക്കെ, അപ്പോ നമ്മള് മൈലേജിന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ആദ്യത്തെ 3 കൊല്ലം 0 കോസ്റ്റ് ആണ്. അവർ ഫുൾ സർവീസ് ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് നല്ല ഒരു കാര്യമാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന എന്ത് സാധനവും കമ്പനി ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. 3 കൊല്ലത്തേക്ക് സർവീസിന് വേണ്ടി പൈസ മേടിച്ചിട്ടാണ് ഫ്രീ ആയിട്ട് തരുന്നത്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 6ാമത്തെ 7ാമത്തെ സർവീസ് കഴിഞ്ഞാണ്. 40,000 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 7 സർവീസ് ആയിട്ടുണ്ട്. ഈ 3 സർവീസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം സർവീസ് അല്ല, ആദ്യത്തെ 3 കൊല്ലത്തെ സർവീസ് ആണ്. 3 കൊല്ലത്തെ സർവീസ് ഫ്രീ ആണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓടിയ ഒരു കിലോമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ 7 സർവീസും ഫ്രീ ആയിട്ട് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. 7 സർവീസും ഫ്രീ അല്ല, 5 സർവീസ്. പിന്നെ കോസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കോസ്റ്റ് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ ഏകദേശം 3,500 അത്രയൊന്നും എത്തിയിട്ടില്ല. കോസ്റ്റ് അത്ര എത്തിയിട്ടില്ല. അതിനകത്ത് ഹാപ്പിയാണ്. കുഴപ്പമില്ല. സർവീസ് കാര്യത്തിലൊക്കെ പക്കായാണ്. അവരുടെ കസ്റ്റമർ സർവീസ് നല്ലതാണ്. നല്ല രീതിയിൽ ഇപ്പം നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും ബോറടിക്കത്തില്ല സർവീസ് സെന്ററിൽ. അപ്പൊ അത്യാവശ്യം വൈഫൈയും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ അവർ തരുന്നുണ്ട്. അപ്പം അത് നല്ലതാണ്. നല്ല ക്ലീൻ ആണ്. അവര് നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നല്ല രീതിയിലാണ്. കസ്റ്റമർ ഹാൻഡ്ലിംഗ് അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഉമയനല്ലൂർ സർവീസ് സെന്ററിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കായംകുളം കുഴപ്പമില്ല, ഓവറേജ്. ജസ്റ്റ് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല കായംകുളത്തില്. പക്ഷെ ഉമയനല്ലൂരിലെ പക്ക ഹാപ്പി. കോട്ടയം ഉമയനല്ലൂർ നല്ല സർവീസ് ആണ് അവരുടെ. ഓക്കെ, നമ്മളപ്പോ ഈ ഒരു വണ്ടി പെട്രോൾ വേരിയന്റ് ഇപ്പോ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഈ ഒരു വണ്ടിക്ക് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ. ഒരുപാട് ആരാധകരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു i20 എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത സമയത്ത് പല ആൾക്കാർക്കും, എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ ഇതിന്റെ ഡിസൈൻ മാറിയതോടുകൂടി ഇതിന്റെ ഒരു ഗ്രാഫ് ഒരു 100-ൽ നിന്ന് നേരെ 10-ലേക്കോ 15-ലേക്കോ ഒക്കെ താന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ആ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട്? എനിക്ക് ഡിസൈനിൽ അത്ര വലിയ പോരായ്മ തോന്നിയിട്ടില്ല. പക്ഷെ നേരത്തേതായിരുന്നു എനിക്കും കൂടുതൽ. നേരത്തെ കുറച്ചുകൂടെ ഒരു ബൾക്കി ഫീൽ ഒരു ഷാർപ്പ് എഡ്ജും ഒരു ബൾക്കി ഫീലും ഒരു വണ്ടി ഇത് കുറച്ചുകൂടെ ഒരു ഗേളി ലുക്ക് ആയോ എന്ന് എനിക്കൊരു സംശയം. പുതിയ മോഡൽ ഈ ബോണറ്റിന്റെ ഒക്കെ ഹൈറ്റ് ഒക്കെ കുറച്ചുകൂടെ താത്ത് വന്ന്, പിന്നെ കർവ് ഒക്കെ അത്ര ഷാർപ്പ് അല്ലാത്ത രീതിയിൽ ചെറിയ കർവുകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കർവൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഗേളി ലുക്ക് ആക്കി. കുറച്ചുകൂടെ കർവുകളൊക്കെ എനിക്കൊന്ന് മാക്സിമം കുറച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ i20-യും i10-ഉം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയ i20-യും i10-ഉം നമുക്ക് തിരിച്ചറിയാൻ യാതൊരു ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇനി ഒരാള് ഇപ്പൊ എന്തായാലും ഈ ഒരു വേരിയന്റ് കമ്പനി നിർത്തി, അതായത് ഈ ഒരു മോഡല് കമ്പനി നിർത്തി പുതിയ മോഡലാണ് ഇറങ്ങുന്നത്. ഈ ഒരു വേരിയന്റിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അയാൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ഡീസൽ വണ്ടി എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ പെട്രോൾ വണ്ടി നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വണ്ടി ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും വണ്ടി ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ എടുക്കാവൂ. പെട്രോൾ എന്നാലേ കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ 2 ആഴ്ച ഇട്ടിട്ട് 3,500 രൂപ ചെലവാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. 2 ആഴ്ച നമുക്ക് വീട്ടിൽ കഴിഞ്ഞാൽ 3,500 രൂപ ചെലവ്. ഓടുന്നതാണെങ്കിൽ എന്തായാലും കൂടി പോയി 800 രൂപയോ അല്ലെങ്കിൽ വണ്ടി എടുക്കുക, റെന്റിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതിന് പറ്റിയ വണ്ടി. പക്ഷെ റെന്റിന് ഞാൻ കൊടുത്തിട്ടില്ല. ഫാമിലി യൂസിനുള്ള വണ്ടി കൊടുക്കാറില്ല. അപ്പോ അജിത്തെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊരു മഹേന്ദ്ര XUV 3XOയുടെ വീഡിയോ എടുക്കാനായിട്ട് കുറേ നാളുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ പറയും ഇന്ന് വണ്ടിയില്ല, നാളെ വീട്ടിൽ കൊണ്ടുവരാം. നാളെ വിളിക്കുമ്പോൾ പറയും ഷോറൂമിലോട്ട് പോകാം. ഷോറൂമിൽ ചെല്ലുമ്പോൾ പറയും പിന്നെ വണ്ടിയില്ല. അങ്ങനെ ആ ഒരു വണ്ടിയുടെ പുറകെ കുറേ നാളുകൊണ്ട് നടന്നതാണ്. അപ്പോൾ ഇന്ന് ഫൈനലി അവർ വണ്ടി വൈകുന്നേരം 3 മണിക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. കൊല്ലം ഷോറൂമിൽ നിന്നാണ്
വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. ഇതുവരെ വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് പിറകിൽ നിൽക്കുന്ന ഡാൻ വളരെ വിഷമിച്ച് എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ചെയ്യുക, ഒരു വാഹനത്തിന്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അജിത്തിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് തന്നെ പുള്ളിക്കാരൻ വന്നു. വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് കൊണ്ടുവരാൻ കഴിയിട്ടില്ല, ഞാനൊന്ന് തുടച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വണ്ടിയായിട്ട് വന്നു. വളരെ സന്തോഷം. നമ്മൾ വിളിച്ച് അതേ സ്പോട്ടിൽ തന്നെ എത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനുള്ളിൽ വണ്ടിയായിട്ട് വീട്ടിൽ വന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഒരു അനിയനാണ്, വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു i20 വേരിയന്റ് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അജിത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വാഹനത്തിന്റെ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.